മോർണിംഗ് ഷോയിൽ ഇനി അതിഥികൾക്കുള്ള സമയമാണ്. ഇന്ന് മോർണിംഗ് ഷോയിൽ നമ്മളോടൊപ്പം ചേരുന്നത് ചെന്നൈക്കൂട്ടം എന്ന പുതിയ മലയാള ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗായത്രിയാണ്. ഗായത്രി വിനോദാണ്. ഗായത്രി, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. നമസ്കാരം. ആദ്യം തന്നെ ചിത്രം വരുന്ന ആഴ്ചയെ തിയേറ്ററുകളിൽ എത്തുന്നുള്ളൂ. എങ്കിൽ പോലും പഴയതുപോലെയല്ല, സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള തലങ്ങളിൽ നിന്നും അതുപോലെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അഭിപ്രായം ലഭിച്ചിട്ടുണ്ടാവും ഇതിനോടകം തന്നെ. എത്രത്തോളം പ്രതീക്ഷയിലാണ് ചിത്രത്തെക്കുറിച്ച്? ചിത്രത്തെക്കുറിച്ച്, ഞങ്ങളുടെ ഈ ചിത്രത്തെ പറ്റി എനിക്ക് വളരെ നല്ലൊരു റെസ്പോൺസാണ് പൊതുവെ എന്റെ ഫ്രണ്ട്സിനിടയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടിയത്. അതുകൊണ്ട് തന്നെ റിലീസിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും തന്നെ ഗ്രൂപ്പോടെ വെയിറ്റ് ചെയ്യാണ് റിലീസിന് വേണ്ടിയിട്ട്. സോ നല്ലൊരു സപ്പോർട്ട് കിട്ടും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ മൂവിക്ക് വേണ്ടിയിട്ട്. ചിത്രം അടുത്ത ആഴ്ചയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. എന്തായാലും എങ്ങനെയായിരുന്നു ചിത്രത്തിൽ അവസരം ലഭിച്ചത്? ഇത് ആദ്യത്തെ ചിത്രമാണോ ഗായത്രിയുടേത്? മലയാളത്തില് ഒരു മെയിൻ ലീഡ് എന്നൊരു രീതിക്ക് എന്റെ ഫസ്റ്റ് മൂവിയാണ് ഈ മൂവി ചെന്നൈക്കൂട്ടം. ചെന്നൈക്കൂട്ടത്തിലേക്കുള്ള എന്റെ ഇൻട്രോ എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് ഞാൻ സൂര്യാടൽ എന്ന് പറഞ്ഞ ഞങ്ങൾ രണ്ട് തമിഴ് മൂവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ എന്റെ കൂടെ ചെയ്തിരിക്കുന്ന ലീമ ബാബു എന്ന് പറഞ്ഞ പുള്ളിയാണ് എനിക്ക് ഈ അവസരം ശരിക്കും പറഞ്ഞാല് വാങ്ങിത്തന്നത്. ലീമ ചേച്ചിയോട് ഞാൻ ഒത്തിരി കാലത്ത് ഞങ്ങൾ തമ്മിലുള്ള നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. അപ്പോ പുള്ളിക്കാരത്തി എന്ന് പറയുമ്പോൾ ഈ മൂവിയിൽ ഞങ്ങൾ വളരെ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോ ഈ മൂവിയിലേക്ക് ചേച്ചിയാണ് എനിക്ക് ഡയറക്ടർ സാറുമായിട്ട്, ലോഹിത് മാധവ് സാറുമായിട്ട് ഒരു നല്ലൊരു ഫ്രണ്ട്ലി റിലേഷനിലൂടെ ഞങ്ങൾക്ക് ഇതിൽ കിട്ടിയത്. അങ്ങനെ ആണ് ഞാൻ ഈ മൂവിയിലേക്ക് വരുന്നത് തന്നെ. ലോഹിത് സാറാണ് എന്നെ ഈ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ചെയ്യാൻ ഈ കുട്ടി തന്നെ മതി ചൂസ് ചെയ്ത് ഈ മൂവിയിലേക്ക് കൊണ്ടുവന്നത്. ചിത്രത്തിലെ പാട്ടുകൾ, ചിത്ര ചേച്ചി പാടിയിരിക്കുന്ന പാട്ട് വളരെ ഹിറ്റായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ. എനിക്ക് തോന്നുന്നു ഗായത്രി ഒരു നർത്തകിയാണ്, ഒപ്പം ഒരു നല്ല പാട്ടുകാരി കൂടിയാണ്. ഏതായാലും ചിത്രത്തിലെ പാട്ടിന്റെ ഒരു 2 വരി കൂടി കേട്ടിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, തീർച്ചയായും. കൺമണി കുഞ്ഞിനു പൊട്ടുകുത്താൻ നല്ല ചന്ദനപ്പൂമണി പന്തലിട്ട് ആടിവാമുകിലേ നീയാലോലം പിഞ്ചിളം പദമായി മായാലോലം. എന്തായാലും ഗായത്രിയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയൂ. എവിടെയാണ് നാട്? ആ വിശേഷങ്ങളൊക്കെ കേൾക്കാം. എന്റെ നാട്, ഞാൻ ബേസിക്കലി ട്രിവാൻഡ്രം തന്നെയാണ് എന്റെ നാട്. എന്റെ വിശേഷങ്ങൾ എന്ന് പറയാൻ, ഞാനൊരു ഡിഗ്രി സ്റ്റുഡന്റ് ആണ്. 2nd ഇയർ ഡിഗ്രി ചെയ്യുന്നു. ട്രിവാൻഡ്രത്ത് തന്നെ മാറിവാനിയസിന്റെ പുതിയ ബ്രാഞ്ചായ മദർ തെരേസ കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥിനിയാണ് ഞാൻ. പിന്നെ നല്ല വിശേഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ ചെന്നൈക്കൂട്ടം മൂവിയുടെ റിലീസ് തന്നെയാണ്. അതാണിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം. കാരണം മലയാളത്തിൽ നല്ലൊരു മൂവിയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ അതിൽ ഒരു ഭാഗമായി തീരാൻ പറ്റിയത് എന്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി തന്നെ ഞാൻ വിചാരിക്കുന്നു. ചെന്നൈക്കൂട്ടം റിലീസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. മലയാളത്തിൽ ഗായത്രി അഭിനയിച്ചിരിക്കുന്ന ആദ്യ ചിത്രം കൂടിയാണ് ഇത്. നേരത്തെ ഗായത്രി ചില തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഗായത്രി അഭിനയ രംഗത്തേക്ക് എത്തിയത്? അഭിനയ രംഗത്തേക്ക് എത്തിയത് തികച്ചും യാഥാർത്ഥികമായിട്ടായിരുന്നു. കാരണം എന്റെ അച്ഛന് ഈ മീഡിയമായിട്ട് ചെറിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ചെറിയ ഫോട്ടോഷൂട്ട് നടത്തി. അപ്പോൾ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരിൽ ഒരു ഏജൻസി വഴിയാണ് ഞാൻ ഈ തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുന്നത്. അവിടെ ഞാൻ ഏകദേശം 2 മൂവീസ് ചെയ്തിട്ടുണ്ട്. ഹീറോയിൻ ക്യാരക്ടറായിട്ടാണ് ചെയ്തത്. അതിനുശേഷമാണ് ചെന്നൈക്കൂട്ടം എന്ന് പറഞ്ഞ ഈ മൂവിയിലേക്ക് ഞാൻ വരുന്നത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകര് എങ്ങനെയാണ്? അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ലോഹിത് മാധവ് സാറാണ്. സാർ ഇപ്പോൾ ഫ്ലവേഴ്സ് ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സഞ്ജീവ് സാറ് ഒത്തിരിയധികം മലയാളം സിനിമകളിൽ ക്യാമറമാനായി വർക്ക് ചെയ്ത ഒരു സാറാണ്. അപ്പം സാറുണ്ട്. പിന്നെ ഞങ്ങളുടെ സംഗീതം ചെയ്തിരിക്കുന്നത് സാജൻ കെ റാമാണ്. പിന്നെ
പറയാനാണെങ്കിൽ എന്റെ കൂടെ പ്രവർത്തിച്ചവരെ പറ്റി തന്നെ പറയാം. ഞങ്ങൾ 5 പേരാണ്. ഒരാള് ശ്രീജിത്ത് വിജയ്, പിന്നെ ലീമ ബാബു, അർച്ചന, സിറിൽ സൈനുദ്ദീൻ ചേട്ടന്റെ മകനാണ് സിറിൽ സൈനുദ്ദീൻ. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാടൻ രാജ എന്ന് പറഞ്ഞൊരു 5 പേരാണ് ഞങ്ങൾ. 5 പേരാണ് ഇതിലെ ക്യാരക്ടേഴ്സ്. ഇതൊരു പ്രണയ ചിത്രമാണോ? എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രമേയം? എങ്ങനെയാണ് സിനിമയുടെ? സിനിമ ഒരു പ്രണയ ചിത്രം എന്ന് പറയാനാകില്ല. ഇത് എന്നാൽ ഇത് കാണുന്നവർക്ക് പലർക്കും ഇതൊരു പ്രണയ ചിത്രമാണോ അതോ ഒരു കോമഡി കലർന്ന ഒരു ചിത്രമാണോ അതൊരു ഹൊറർ സബ്ജക്റ്റ് ആണോ എന്ന രീതിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതിന്റെ പൊതുവെയുള്ള ട്രെയിലറിന്റെ റിലീസും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയ അഭിപ്രായം അങ്ങനെയായിരുന്നു. കാരണം ഇതിൽ 3-ൽ ഏതാണ് എന്നുള്ളതാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇത് 3ഉം കൂടെ കലർന്ന ഒരു ചിത്രമാണ് ചെന്നൈക്കൂട്ടം. അതിലൊരു ഹൊറർ സബ്ജക്റ്റും ഒരു ഹൊറർ മൂഡ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഒരു കോമഡി ഒരു ഫ്ലോ ഈ സിനിമയിലുണ്ട്. അതിനോടൊപ്പം തന്നെ ലവ് ഒരു ട്രാക്ക് ആയിട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ 5 പേരുടെയും ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയും കൂടെയാണ് ചെന്നൈക്കൂട്ടം. ഏതായാലും ചെന്നൈക്കൂട്ടത്തിലെ ചിത്രം തിയേറ്ററിൽ എത്താനിരിക്കുന്നതേ ഉള്ളൂവെങ്കിലും ചിത്ര പാടിയിരിക്കുന്ന പാട്ട് അതിൽ വളരെ ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഗായത്രി അതിന്റെ 2 വരി പാടുകയും ചെയ്തു. നമുക്ക് ഏതായാലും ആ പാട്ടൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. പെണ്ണ് പെണ്ണ് വേളി പെണ്ണ് കണ്ണ് കണ്ണ് നീല കണ്ണ് കണ്ടാൽ തൊട്ടു നോക്കാൻ മോഹമായി തൊട്ട് തൊട്ട് പ്രേമം വേണ്ട കണ്ണിൽ കള്ളനോട്ടം വേണ്ട തങ്കത്തിങ്കൾ ഉണരും നേരമായി പുല്ലാഞ്ഞികൾ പൂക്കും മേട്ടിൽ മഞ്ഞോലുമീ സ്നേഹക്കൂട്ടിൽ ഇല്ല ചൊല്ലു പാടാ പൈങ്കിളി മുത്തം കൊണ്ടു മൂടാം ഞാനടി മുത്ത് മുത്ത് മുത്തം വേണ്ട മുത്താരണി പന്തൽ വേണ്ട മുല്ലത്തെന്നലകളെ മാഞ്ഞു പോ കുത്താൻ നല്ല ചന്ദന പൂമണി പന്തലിട്ട് ആടിവാമുകിലേ നീയാലോലം പിഞ്ചിളം പദമായി മായാലോലം അമ്പിളി പോൽ നെഞ്ചിൽ ചേർത്തു വെച്ച് ഇന്നും പുഞ്ചിരിപ്പാ കണ്ണിലെന്നും താരം തൊട്ടുവച്ച് മിന്നും തുമ്പനിലാവിളക്കായി ആരാരോ. ഗായത്രി, നമ്മളിപ്പോൾ ഈ സിനിമയിലെ 2 ഗാനങ്ങൾ കണ്ടു. രണ്ടും ഒന്നിനൊന്ന് മികച്ചതായി നിൽക്കുന്നു. സാജൻ കെറാമിന്റെ സംഗീതമാണത്. എന്തായാലും ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു 2 ഗാനങ്ങളും. പാട്ടിനെ കുറിച്ചൊക്കെ എങ്ങനെയായിരുന്നു? ഗാനത്തിന്റെ ചിത്രീകരണങ്ങളൊക്കെ ഒന്ന് പറയൂ. ഗാനങ്ങളുടെ ചിത്രീകരണം ഒന്ന് ആദ്യം കണ്ടത് ശ്രീജിത്ത് വിജയും അർച്ചന എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മൂവിയിലെ ലവ് ട്രാക്ക് പോർഷനിലുള്ള ഒരു സോങ് ആണ് ആദ്യം കാണിച്ചത്. ദെൻ പിന്നെ ഉള്ളത് ചിത്ര ചേച്ചിയുടെ സോങ് ആണ്. ഗാനത്തിന്റെ ചിത്രീകരണം എല്ലാം നടന്നത് കോയമ്പത്തൂർ, തൊടുപുഴ, മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടായിരുന്നു. ആൻഡ് വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങള്. കാരണം ഞങ്ങൾ 5 പേരും കൂടെ ചെന്ന് ഉള്ള വേറൊരു സോങ് ഉണ്ട്. അതൊരു ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് സോങ് ആണ്. അതിപ്പോ കാണിച്ചിട്ടില്ല. ആൻഡ് ചിത്രീകരണം മെയിൻ പറയാനാണെങ്കിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിച്ചു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതാണ് ഈ ഗാനത്തിന്റെ ചിത്രീകരണം. കാരണം മൂന്നാർ പോലുള്ള ലൊക്കേഷനിൽ വെച്ച് എടുക്കുമ്പോൾ
അവിടുത്തെ തേയിലത്തോട്ടം അങ്ങനെയുള്ള പല ഭാഗങ്ങൾ വെച്ചിട്ടായിരുന്നു ഇതിന്റെ. അങ്ങനെ ഞങ്ങൾക്ക് വളരെയധികം നല്ലൊരു എനർജറ്റിക് ആയിരുന്നു ഞങ്ങൾ അവിടെ. എന്തായാലും അവസാനമായി പ്രേക്ഷകരോട് എന്താണ് സിനിമയെ കുറിച്ച് ഗായത്രിക്ക് പറയാനുള്ളത്? സിനിമയെക്കുറിച്ച് പ്രേക്ഷകരോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. മാർച്ച് 4-ാം തീയതി ഞങ്ങളുടെ പടം ചെന്നൈക്കൂട്ടം റിലീസാണ്. അപ്പോൾ ബബ്ലി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ലോഹിത് മാധവ് സർ ഡയറക്ട് ചെയ്തിരിക്കുന്ന പടമാണ് ചെന്നൈക്കൂട്ടം. പ്രേക്ഷകരുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങളുടെ ഈ മൂവിയുടെ വിജയത്തിന് വേണ്ടി വേണം. സോ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓൾമോസ്റ്റ് ഞങ്ങളുടെ സോങ്സ് എല്ലാം തന്നെ നല്ല വൈറലായിട്ടുണ്ട്. അതിന് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ ഞങ്ങളുടെ മൂവിയും സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നന്ദി. ഏതായാലും ഗായത്രി പറഞ്ഞതുപോലെ തന്നെ ചിത്രത്തിന് മികച്ച പ്രതികരണം പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കട്ടെ. വരും ദിവസങ്ങളിൽ മികച്ചൊരു ചിത്രമായി തന്നെ ചെന്നൈക്കൂട്ടം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി. ഒപ്പം ഇനി കൂടുതൽ അവസരങ്ങൾ ഇതിലുണ്ടാവട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുന്നു.